എത്ര കാലം മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, മതവിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചു എന്നുള്ളതാണ് വലിയ പരാതി. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ആ വാർ ഓൺ ഇസ്ലാം ആ സാധനം കൂടി ഒന്ന് പ്ലേ ചെയ്തങ്ങ് പറഞ്ഞങ്ങ് പോയാലോ, നമ്മളുടെ ബാസിലിൻ്റെ ഉത്തരം പറച്ചിൽ. മതമാണ് ഇവിടുത്തെ സർവ്വ കുഴപ്പങ്ങൾക്കും കാരണം. ഒന്ന് പോസ് ചെയ്യോ? മതം ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ട പറയൂ. ഇങ്ങനെ ആരും ചോദിച്ചിട്ടില്ല, പിന്നെ അവർ പറഞ്ഞു പറയിക്കുന്നതാണ്, അതുകൊണ്ട് നല്ല രസമുണ്ട്. അതാണ് നമ്മൾ ആനവയലോട്ടകം ടീമും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി എന്തെല്ലാം വഴികളുണ്ട്. ഇതേപോലെ നമ്മൾ ചോദിക്കാത്ത ചോദ്യം ചോദിച്ചു, അങ്ങനെയല്ലല്ലോ. ഈ പ്രശ്നങ്ങൾ മുഴുവൻ മതമാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടുണ്ടോ ജസീം? ഇല്ല. നമ്മൾ പറയുന്നത് അങ്ങനെ ഇവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ഇവരുടെ മതത്തിലാണ് എല്ലാ കാര്യത്തിനും ഒരു കാരണം, അതായത് അള്ളാഹു. നമ്മൾ അങ്ങനെ കരുതുന്നതല്ല. പല കാര്യങ്ങൾക്കും പല കാരണങ്ങളാണ്. മതത്തിന് അതിൻ്റെതായ വേറെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മതത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ നിരീശ്വരവാദികളായതുകൊണ്ടും പല കാരണങ്ങളുകൊണ്ടാണ്. പക്ഷെ മതത്തിൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ചരക്കിന്റെ ഒരു ഭാഗം മാത്രമാണ്. വേറെയും കുറെ കാര്യങ്ങൾ മതത്തിൽ ഉള്ളതല്ലല്ലോ ഹോമിയോപ്പതി, അല്ലെങ്കിൽ മതത്തിലുള്ളതല്ലല്ലോ കമ്മ്യൂണിസം, അല്ലെങ്കിൽ മതത്തിലുള്ളതല്ലല്ലോ ഈ വർഗബോധവും മറ്റു കാര്യങ്ങളും. അപ്പോൾ എന്താ പറയാ, മതം ആണ് എല്ലാ കുഴപ്പത്തിനും കാരണം. ഇത് ഇവരുടെ ഒരു പ്രിമൈസ് സെറ്റ് ചെയ്യാണ്. അതായത് യുദ്ധത്തിൽ മാത്രമേ ഞങ്ങൾ അടിമകൾ പിടിക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവരങ്ങ് പ്രിമൈസ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ആക്രമിക്കണം, എന്നിട്ട് നമ്മൾ അതിനെ തോപ്പിക്കണം. മറ്റേ കുസാറ്റ് നാളെ കൊണ്ടുവന്നിട്ട് ആഴക്കടലിൽ ഇരുട്ട് തരയാൻ പറഞ്ഞ മനുഷ്യനില്ലേ, അതേപോലെ അതേപോലെ നമ്മൾ അതങ്ങ് അവരെ തോൽപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രം തെറ്റാൻ തെളിയിക്കണം. ഭയങ്കര മിടുക്കന്മാരാണ്. ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങൾ മിക്കതും ഇല്ലാതാകും എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഈ ന്യൂജൻ കുട്ടികളെയൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഇവർ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. എന്താണ് നമുക്ക് ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്നും ഇതിന് കൊടുക്കാൻ പറ്റുന്ന വ്യക്തവും പ്രമാണബദ്ധവുമായ മറുപടി എന്നറിയാൻ താല്പര്യമുണ്ട്. പലപ്പോഴും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരങ്ങൾ നിരീശ്വരവാദികളുമായി അല്ലെങ്കിൽ മതരഹിതരുമായി നടത്തുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത്, നിങ്ങൾ മതത്തെക്കുറിച്ച് പറയുന്നു, മതത്തിന്റെ നന്മകളെക്കുറിച്ചും മതം മനുഷ്യനെ സംസ്കരിക്കുന്നതിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നു. ഇന്ന് അബ്ദുള്ള ബാസിലെ എല്ലാ മതങ്ങളെ കുറിച്ച് നമുക്ക് ഈ അഭിപ്രായമില്ല. നിങ്ങളുടെ മതമാണ് പ്രശ്നം എന്നാണ് പലപ്പോഴും ഇനി പറയാറുണ്ടെങ്കിൽ പറയാറ്. അപ്പോൾ മറ്റ് മതങ്ങളുടെ കൂട്ടുപിടിച്ചിട്ട് നൈസായിട്ട് അങ്ങ് ഒഴിവാകല്ലേ. നിന്റെ മതത്തിന്റെ പേര് പറ, ഇസ്ലാമാണ് പ്രശ്നം എന്നാണ് പറയാറ്. ഞങ്ങൾ വേറെ മതങ്ങളൊന്നും അധികം പറയാറില്ല. ഇപ്പൊ ഇനി ഈ ഗ്ലോബലി അതെ, നമ്മളിന്ന് ഈ ഭൂമിയിലുള്ള മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്ന മതമായതുകൊണ്ടാണ് ഈ മതം ഫോക്കസിൽ വരുന്നത്. അപ്പോ മറ്റു മതങ്ങളുടെ അതെ അതെ അല്ലെങ്കിൽ ഇസ്ലാം എന്നും പറയും. പേരങ്ങ് പറഞ്ഞൂടെ? എന്തിനാണ് ഈ മതങ്ങളാണ് എല്ലാം കുഴപ്പം എന്ന് പറഞ്ഞ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നത്? ഹിന്ദു മതം ക്രിസ്തു മതത്തിന് അങ്ങ് നൈസായിട്ട് കൂട്ടുപിടിക്കും അല്ലേ? ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഞങ്ങളൊക്കെ ഒന്നാണെന്നങ്ങ് പറയാം. പക്ഷെ നമ്മൾ ചോദിച്ച ചോദ്യം ഇസ്ലാമിനെ കുറിച്ചാണ്, അതിനെ കുറിച്ചൊന്നും മിണ്ടില്ല. ഇനിയിപ്പോൾ മതത്തിന്റെ കുഴപ്പങ്ങൾ എന്ന് നമ്മൾ പറയുന്നതിൽ പ്രധാനമായിട്ടുള്ളത് ആഗോളതലത്തിൽ ഇസ്ലാം ആകുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതെ അവിടെയും മതം എന്നുള്ള ജനറൽ ആയിട്ടുള്ള ടേം ഉപയോഗിക്കുന്നു. ഇസ്ലാം എന്ന് പറയൂ. എന്താണ് ഈ ബാസിനെ പോലുള്ള ഈ ദഴവക്കാർക്ക് സ്വന്തം മതത്തിന്റെ പേര് പറയാൻ എത്ര മടിയെന്ന് എനിക്ക് മനസ്സിലാവും. ലോകത്തുണ്ടാകുന്ന കുഴപ്പങ്ങളുടെ എല്ലാം പ്രധാന കാരണം മതമല്ലേ? മതമില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അവർ പറയും മതമില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര സുന്ദരമായിരിക്കും അത്, എത്രമാത്രം സ്നേഹവും അതുപോലെ തന്നെ സാഹോദര്യവും വിളയാടുന്ന ഒരു ലോകമായിരിക്കും മതമില്ലാത്ത ലോകം എന്നുള്ളതാണ് ആ ഒരു ചോദ്യത്തിന്റെ അർത്ഥം. നമ്മൾ ഇസ്ലാമികമായി അതിനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ലോകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനെ വിശദീകരിക്കുന്നത് മൂപ്പര് തുടങ്ങിയത് മതത്തിൽ നിന്നാണ്. ഇതെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് ചാടുന്നത്? അപ്പൊ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും പറയാനില്ലേ? എന്തൊരു മുടുക്കനാ നോക്കിയേ. അപ്പൊ അറബിയിലങ്ങ് തുടങ്ങി. ഹീബ്രുവിലും പറയൂ, സംസ്കൃതത്തിൽ പറയൂ, കുറെ ശ്ലോകങ്ങളുണ്ടല്ലോ, അതൊക്കെ പറയൂ. അതിനകത്ത് ഇതിന് പറഞ്ഞു. അല്ല, ഇത് നമ്മൾ ഹൈത്തമീഡിയൻ ടെക്നിക്കായിരുന്നു. മതം വേണോ മനുഷ്യനെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഓക്കെ മതം വേണമെന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏത് മതമാണ് വേണ്ടത് എന്ന് നമ്മൾ ചോദിച്ചു. കാരണം ഇഷ്ടംപോലെ മതം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി അത് തൊടൂല. എന്നിട്ട് അവസാനം പുള്ളി പറഞ്ഞു വന്നപ്പോൾ ഖുർആനിലെ ആയത്തും സാധനമൊക്കെ ഓതാൻ തുടങ്ങി.
അപ്പോൾ നമ്മൾ ചോദിച്ചു അതെങ്ങനെ ശരിയാവുക, ഇവിടെ ഒരു മതം, അറബിയിലുള്ള മതം മാത്രമല്ലല്ലോ ഇവിടെ ഉള്ളത്, വേറെ മതങ്ങളില്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഈ അറബിയിലുള്ള സാധനം മാത്രം എടുക്കുന്നത്? അപ്പോൾ അതവർ തൊടുന്നില്ല, ഈ ചോദ്യം അവരെടുക്കില്ല, അതാണ് ഇവരുടെ കാര്യം. അപ്പോൾ ഇവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് മതം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് എല്ലാം മതങ്ങളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ട് എടുക്കും, ചില സമയത്ത് അത് ഇസ്ലാം മാത്രമായിട്ട് മാറും. ഇതാണ് ഇവരുടെ തക്കിയ തരികിട എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്ലേ ചെയ്യാം അല്ലേ? കരയിലും അതുപോലെ തന്നെ കടലിലുമെല്ലാം ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എന്തിന്റെ പേരിൽ? ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ട്, മനുഷ്യന്റെ ചെയ്തികൾ നിമിത്തമായിക്കൊണ്ടാണ് ഇവിടെ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഖുർആൻ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ കുഴപ്പങ്ങൾ മനുഷ്യനുണ്ടാക്കുമ്പോൾ, മനുഷ്യന്റെ ആർത്തി കൊണ്ട്, അതുപോലെ തന്നെ അവനുണ്ടാക്കിയ അവന്റെ പലതരം ചിന്തകൾ കൊണ്ട്, അവന്റെ ദുശ്ചിന്തകൾ കൊണ്ട് മനുഷ്യൻ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ, അതിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുമ്പോ, ജീവിതം ദുഷ്കരമാക്കുമ്പോ, ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് യഥാർത്ഥത്തിൽ മതത്തെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്നത്. വലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്. വലാ തുഫ്സിദു ബഅദ ഇസ്ലാഹിഹ, അതിൽ സമാധാനം ഉണ്ടായതിനു ശേഷം, അല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പം ഉണ്ടാക്കരുത് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അഥവാ ചുരുക്കി പറയുകയാണെങ്കിൽ ദൈവിക ദർശനം കുഴപ്പങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുക. മനുഷ്യന്റെ ആർത്തിയും ദുശ്ചിന്തകളുമാണ് ലോകത്ത് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആർത്തിമൂട്ട് വെട്ടിപ്പിടിക്കുവാനും അതുപോലെ തന്നെ സാമ്രാജ്യത്വ മോഹങ്ങളുമായി പല ആളുകളും പ്രവർത്തിച്ചതിന്റെ ഫലമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഈ ആളുകൾ പറയാൻ എന്താ വെച്ചാൽ എല്ലാം മതം കൊണ്ടാണ്, എല്ലാം മതത്തിന്റെ. നമ്മളങ്ങനെ പറയുന്നില്ല ബാസിൽ, എല്ലാം ഇസ്ലാം കൊണ്ടാണെന്നാണ് നമ്മൾ പറയുന്നത്, എല്ലാ മതങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഈ സ്ട്രോമാനുമായിട്ട് ഇവിടെ കറങ്ങി നടന്നിട്ട് വിശ്വാസികളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ഈ ഒരു സാധനത്തിൽ നമ്മൾ തൊടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അതിനുള്ള മറുപടി പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾ എന്തോ ചാറ്റ് GPT ഒക്കെ വെച്ച് എന്തോ ചെയ്യാനൊക്കെ ഉള്ള ഉദ്ദേശത്തിലാണ്, അത് നമുക്കിപ്പോൾ ശരിയാക്കി തരാം. ആളുകൾ കൊണ്ടാണ്, പ്രത്യേകിച്ചും ഇസ്ലാമിന്റെ ആളുകളെ കൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും നമുക്ക് കണക്കുകൾ പരിശോധിച്ചതുകൊണ്ട് ഈ വിഷയത്തിൽ തീരുമാനം കാര്യം കൂടി പറയാം. അപ്പോ ഇസ്ലാം എന്താണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത്? മനുഷ്യരുടെ കൈകടത്തൽ കൊണ്ടാണെന്ന്. അങ്ങനെയല്ല, മുസ്ലിം അല്ലാത്ത ആളുകളുടെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് ഇസ്ലാം പലതും പറയും. എന്ത് നന്മ ചെയ്താലും തൗഹീദ് അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസം ഇല്ലാത്തവൻ പിഴച്ചു പോയി എന്ന് പറയുന്ന പിഴച്ച മതമാണ് ഇസ്ലാം. അല്ലെങ്കിൽ മുഹമ്മദ് എന്ന പിഴച്ചവന്റെ മതമാണിത്. സ്വന്തം മതത്തിലെ ആളുകൾ അവര് കുറച്ച് ദൈവങ്ങൾ അധികം ആരാധിച്ചതിന് അവരുമായിട്ട് യുദ്ധം ചെയ്ത്, അതാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് വരുത്തി തീർക്കുന്ന ഒരു മതമാണ് നിങ്ങളുടേത്. അല്ലാതെ മനുഷ്യരുടെ കൈകൊണ്ട് കുഴപ്പം ഉണ്ടാക്കിയതല്ല ഇസ്ലാമിലെ ഏറ്റവും വലിയ കുഴപ്പം. എന്ത് വൃത്തികേട് ചെയ്താലും ഏകദൈവത്തിലും മുഹമ്മദിലും വിശ്വസിച്ചു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അപ്പോൾ നിങ്ങളുടെ മതത്തിലെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞത് പച്ച നുണയാണ്. അത് മനുഷ്യരുടെ കൈകടത്തലോ മനുഷ്യരുടെ പ്രവൃത്തികളോ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളല്ല. ഏകദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ഈ മതത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ നന്മ മാത്രമേ ദൈവം സ്വീകരിക്കൂ, അവരുടെ ദൈവം മാത്രമാണ് സത്യം, ബാക്കിയുള്ളതൊക്കെ നുണയാണെന്ന് ഒരു തരത്തിലുള്ള സംവാദവും ഒരു തരത്തിലുള്ള ആശയ കൈമാറ്റവും ഇല്ലാതെ പറഞ്ഞ് അതിനെ എതിർക്കുന്ന ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വാളിന്റെ മതമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ മതത്തിൽ കുഴപ്പത്തെക്കുറിച്ച് ഇതുപോലത്തെ ഒരു വിശകലനവും ഇല്ല. മനുഷ്യരുടെ ഏതെങ്കിലും കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നല്ല പറയുന്നത്. പലപ്പോഴും വേറെ മതമായതിന്റെ കാരണം കൊണ്ടാണ് ഈ കാഫിറുകളും അല്ലെങ്കിൽ ഈ ഖുറാഫികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ് പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇതിൽ പറയുന്നു, എത്ര തന്നെ നന്മ ചെയ്താലും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ നരകത്തിൽ മാത്രമേ എത്തുള്ളൂ, സ്വർഗത്തിൽ പോകില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. ആഴക്കടലായത്ത് എന്നെ പഞ്ഞിക്കിടുന്ന ആയത്തുണ്ടല്ലോ, എന്തായാലും പറയുന്നത് നിങ്ങൾ അവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ അവിശ്വാസികളുടെ നന്മ അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ്, അല്ലെങ്കിൽ അത് ആഴക്കടലിലെ ഇരട്ടു പോലെയാണ്. നിങ്ങൾ എന്നെ പഞ്ഞിക്കിടാൻ മാത്രം അത് ഉപയോഗിച്ചാൽ പറയാം. അതിൻ്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് നിങ്ങൾ അവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഇതാണത് പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മളെ കൈകടത്തലാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഇത് ഖുർആനിൽ എഴുതി വെച്ച സാധനമല്ലേ. അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് എന്ത് സാധനം വന്നു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്യാതെ അത് വേറെ വല്ലവരുടെയും തലയിലേക്കിട്ട് സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാമ്രാജ്യത്വം, അമേരിക്ക, പിന്നെ ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ സംഘികൾ, ഇവരുടെ തലയിൽക്കിട്ടിട്ട് നിങ്ങൾക്ക് മുങ്ങാന്നാണെന്നുണ്ടെങ്കിൽ അത് നടപ്പില്ല.
ഇനി അങ്ങനത്തെ നുണ പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ChatGPT കൊണ്ടൊക്കെ അത് പറയിപ്പിക്കാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതിനൊക്കെ ഉള്ള മരുന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ, ബാക്കി ഞങ്ങൾ ആരെങ്കിലും അല്ലെങ്കിൽ ഞാനിവിടെ പുതുതായി ഒരു കണക്ക് അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല. ഇതൊരു AI കാലമാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ. നമ്മളെല്ലാവരും ChatGPT ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്ക് ലൈവായിട്ട് തന്നെ ChatGPTയോട് ചോദിച്ചു നോക്കാം, എന്താണ്, ആരാണ് ഈ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ആരാണ് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളത് ലൈവായി സ്ക്രീനിൽ നമുക്ക് ChatGPTയോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമാക്കാമെന്നാണ് കരുതുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, നമ്മൾ ലൈവായിട്ട് ഇവിടെ ChatGPT ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, ഇവർ പറയുന്നത് എന്താ? ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെ കാരണക്കാരാണ്? മതമാണ്. മതമുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ്, മതം ഇല്ലെങ്കിൽ ഭയങ്കരമായ സുന്ദരമായ ലോകമാണ്, ഇവിടെ ആരും കൊല്ലപ്പെടുകയില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. എങ്കിൽ നമ്മൾ ആദ്യം ChatGPTയോട് ചോദിക്കാൻ പോകുന്നത്, വീണ്ടും നമ്മളുടെ ആനമയിലൊട്ടകം മുതലാളി നുണ പറയാണ്. നമ്മളതല്ല പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്ത് പല മതങ്ങളുണ്ടെങ്കിലും അതിൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നത്. പല പട്ടികളുണ്ടെന്നുണ്ടെങ്കിലും ഇസ്ലാം എന്ന പേപ്പട്ടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. തെറ്റിക്കരുത്, ഇനി ഇത് മാറ്റി പറയരുത്. നമ്മളിതാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. പല മതങ്ങളും ഉണ്ടെങ്കിലും അതിനകത്ത് ഇസ്ലാമാണ് കുഴപ്പം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന മതം, നമ്മൾ ഒരു ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിനെ കുറിച്ച് പോലും പറയാറുണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ടോപ്പ് 20 ടെറർ അറ്റാക്സ് എടുത്തു കഴിഞ്ഞാൽ 20 ഇസ്ലാം തന്നെയാണ്. അതിനകത്ത് വേറൊരു മതവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവിടെയാണ് നമ്മളിത് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും നുണ പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വാദം ശരിയാക്കാൻ നോക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ബാക്കി ശരിയാക്കാം. List of wars in which most people died with its death toll. ഇവിടെ ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ChatGPTയോട് ചോദിച്ചിട്ടുള്ളത്. ChatGPT ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ഒരു കാര്യം ഇവിടെ പറയാണ്. അതായത് ഈ സംഗതിയെ പൊളിക്കാൻ വേണ്ടിയിട്ട് ബാസിൽ എടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് എന്നതാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇതേ സാധനം തന്നെയാണ് ഇനി നമ്മൾ ഇവർക്കെതിരെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ള സാധനങ്ങൾ വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചിനി ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴും ആ സാധനം അപ്ലിക്കബിൾ ആവുന്നൊരു ഘട്ടം എത്തിയാൽ നിങ്ങൾ സമ്മതിക്കുമോ ഇസ്ലാമാണ് ഏറ്റവും കുഴപ്പമെന്നുള്ളത്? അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ കളിക്ക് നമ്മളുള്ളൂ. എന്തായാലും നിങ്ങളത് സമ്മതിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് കേൾക്കാം. 1939 1945 ഇടയിൽ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം, അതിൽ 7 കോടി അഥവാ 70 മില്യൺ എന്ന് പറഞ്ഞാൽ 7 കോടി മുതൽ 8.5 കോടി വരെ മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതു മതത്തിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്? വിശദീകരിക്കേണ്ടതുണ്ട്. മതമില്ലെങ്കിൽ ഇവിടെ സുന്ദര ലോകാണ്, സ്വർഗാൻ അല്ലെ, സാഹോദര്യമാണ്. ഇവിടെ ആരും ആരോടും പകയുണ്ടാവില്ല, വിദ്വേഷമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എത്ര സുന്ദരായിരിക്കും മതമില്ലാത്ത ലോകം അല്ലെ? പക്ഷേ ഈ ലോകമഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം നടന്നത് മതത്തിന്റെ എല്ലാവിധ ഊന്നുവടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് മതരഹിത ലോകത്തേക്ക്, എൻലൈറ്റ്മെന്റിന്റെ ലോകത്തേക്ക് പോയ യൂറോപ്പിന്റെ മണ്ണിലാണ് ഈ ലോകമഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. മതമില്ലാത്ത ലോകത്താണ്, അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ലോകത്താണ് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 3 കിങ്ഡം വാർ, 36 മില്യൺ മുതൽ 40 മില്യൺ വരെ. അതുപോലെ തന്നെ മോംഗോൾ കോൺകസ്റ്റ്, ചെങ്കിസ് ഖാന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങൾ അല്ലെ, മുസ്ലിം രാജ്യങ്ങളെ അടക്കം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയ മോംഗോൾ കോൺകസ്റ്റ്. നമ്മളെ കേരളത്തിലുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ് ഖാൻ മുസ്ലിമാണ് കേട്ടോ, അത് വേറൊരു കാര്യം. വംശീയത മൂത്തിട്ട് ഖാൻ എന്ന് പറഞ്ഞപ്പോ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ചെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞാൽ ഏതോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഇതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പോട്ടെ. ഏതായാലും മുസ്ലിങ്ങളെ കാര്യമായിട്ടും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ചെങ്കിസ് ഖാൻ നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചത് 30 മുതൽ 40 മില്യൺ ആളുകളാണ്. അതേപോലെ തന്നെ കിങ് ഡൈനാസ്റ്റി കോൺകസ്റ്റ് ഓഫ് മിങ് 25 മില്യൺ. അതുപോലെ തന്നെ ടൈപ്പിംഗ് റെബല്യൻ 20 മുതൽ 30 മില്യൺ ആളുകൾ. വേൾഡ് വാർ 1 ഒന്നാം ലോക മഹായുദ്ധം 15 മുതൽ 20 മില്യൺ ആളുകൾ. അതുപോലെ തന്നെ ലുഷാൻ റെബല്യൻ, റഷ്യൻ സിവിൽ വാർ, അതുപോലെ തന്നെ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ കോങ്കോ വാർ, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, സെക്കൻഡ് കോങ്കോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ 13
യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ, അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തിരിച്ചറിയുമ്പോഴാണ് ഇവർ പറയുന്നത് എത്ര പെരിഫറലായിട്ടാണ് കള്ളം പറയുന്നത് ആലോചിച്ച് നോക്കുക. മതമില്ലെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ആ മതമില്ലാത്ത, മതത്തിന്റെ പേരിലല്ലാതെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്ത മനുഷ്യന്മാരാരൊക്കെയാണ്, അതും നമുക്ക് ChatGPT-യോട് തന്നെ ചോദിച്ചു നോക്കാം. ലിസ്റ്റ് ഓഫ് ലീഡേഴ്സ് who caused the death of most people with death toll. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളുടെ പേര് പരിശോധിച്ച് നോക്കാം. ChatGPT പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തത് മാവോക്ക് ഏത് മതമാണുള്ളത്? മതമില്ലാത്ത മാവോ ആണ്. 45 മുതൽ 75 മില്യൺ എന്ന് വെച്ചാൽ 4 കോടി മുതൽ 7.5 കോടി വരെ മനുഷ്യന്മാരെ ഇല്ലാതാക്കിയത്. ജോസഫ് സ്റ്റാലിൻ ഏത് മതത്തിന്റെ ആളാ? സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് 20 മുതൽ 30 മില്യൺ ആളുകളാണ്. 2 മുതൽ 3 കോടി മനുഷ്യർ. അഡോൾഫ് ഹിറ്റ്ലർ അല്ലേ? ഹിറ്റ്ലർ ഏത് മതത്തിന്റെ പേരിലാണ് ചെയ്തത്? വംശീയതയുടെ പേരിലാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത്. 17 മുതൽ 20 മില്യൺ. അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ, അതുപോലെ തന്നെ ലിയോപോൾ, അതുപോലെ തന്നെ ഹിഡേക്കി ടോജോ. ഇങ്ങനെ ആ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോകാൻ ഇതിൽ ഏതെങ്കിലും മതവുമായി ചെങ്കിസ് ഖാൻ പോയത് എന്തിനായിരുന്നു? ചെങ്കിസ് ഖാൻ വർഗബോധവും അവരുടെ യുദ്ധ കൊതിയും കൊണ്ടാണ്. മുഹമ്മദിന്റെ അതേപോലത്തെ ഒരു സാധനമായിരുന്നു ചെങ്കിസ് ഖാനും. ഇനി ഈ പറഞ്ഞ സ്റ്റാലിനും മാവോയ്ക്കും പ്രത്യയശാസ്ത്രമുണ്ട്. മുഹമ്മദ് ഇത് മാറൂല എന്ന് പറഞ്ഞ പോലെ ഒരു ദീൻ അവർക്കും ഉണ്ട്, ഇത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള. കമ്മ്യൂണിസം അല്ലെങ്കിൽ സോഷ്യലിസം ഇത് വെച്ചിട്ടാണ് അവർ കൊന്നത്. അവർ ആൾക്കാരെ പട്ടിണി കിട്ടും മറ്റുമൊക്കെയാണ് കൊല്ലുന്നത്. ഈ കാർഷിക വിപ്ലവം അല്ലെങ്കിൽ എന്താ പറയാ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കുറേ സംഭവമുണ്ട്. ഈ സ്റ്റാലിൻ എനിക്കൊന്ന് ഉക്രൈനിലാണ് ഏറ്റവും വലിയ കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അവരുടെ പ്രത്യയശാസ്ത്രം, അവരുടെ അന്ധവിശ്വാസമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെയും അവർക്ക് മതത്തെ പോലെ മറ്റൊരു സാധനം ഉണ്ട്. ഇപ്പോൾ ഇതൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞത് അതൊരു ഉടായ്പ, വീണ്ടും സ്ട്രോമാൻ പായസമാണ്. അപ്പോൾ അതെ, വെറുതെ ഒന്നുമില്ല. പിന്നെ ചെങ്കിസ് ഖാൻ വർഗബോധം ഉള്ളത് കൊണ്ടാണ് ചെങ്കിസ് ഖാൻ അപ്പുറത്തെ ഗോത്രത്തിൽ പോയി അടി ഉണ്ടാക്കുന്നത്. മുഹമ്മദ് എന്തിനാണ് അപ്പുറത്ത് ഉള്ള ഗോത്രങ്ങൾക്ക് തല്ലുണ്ടാക്കുന്നത്? അതും ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. വെറുതെ ഇവർ യുദ്ധം തുടങ്ങുന്ന ആളുകളായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു ഏതാണ്ട് എല്ലാവരുടെയും പരിപാടി. മുഹമ്മദിന്റെ കാലം മുതൽ അങ്ങോട്ട് പോകുന്നില്ല, ചെങ്കിസ് ഖാൻ എന്നാണ് തുടങ്ങുമ്പോൾ കുറച്ചൊക്കെ പുറകോട്ട് പോകണ്ടേ? ഒരുപാട് പുറകോട്ട് പോകണം. എന്നിട്ട് മുഹമ്മദ് അടക്കം ഇങ്ങോട്ട് പറ. അപ്പം നമുക്കറിയാം. പറയുമ്പോൾ എല്ലാവരും പേരും പറയണം. എണ്ണമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ചിലപ്പോൾ കൊതുകൊക്കെ ആയിരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടാവും. അപ്പോൾ അങ്ങനെ എണ്ണ എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ, ഇപ്പൊ ഈ ലോകമഹായുദ്ധം ആകട്ടെ, ഈ പറഞ്ഞ യുദ്ധങ്ങളൊന്നും ഇതൊന്നും ഇന്നില്ലല്ലോ. ഇന്ന് നമ്മൾ ഈ മനുഷ്യന് ഇപ്പൊ നിയാൻഡർത്താലും ഒരു ഹോമോസാപ്പിനും തമ്മിലുള്ള അടിയൊക്കെ അതെ, അതൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ നിന്നിട്ട് ചെകഞ്ഞു നോക്കണം. അതിന്റെ ആവശ്യമില്ല. ഇന്ന് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവർ ഏതോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വൃത്തികെട്ടവനെ ഇന്നും ന്യായീകരിക്കേണ്ട ഗതികേട് ഇവർക്കാണ്. നമുക്കതില്ലല്ലോ. നമ്മളത് ശരിയല്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ മുസ്ലിം തീവ്രവാദത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അല്ലാതെ അന്ന് കുറെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ശരിയാണ്. പല രാജാക്കന്മാരും ഇതേപോലെ വെട്ടി മരിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ മതമില്ല എന്ന് പറഞ്ഞു. യൂറോപ്പിൽ മതമില്ല എന്ന് ആരാ ബാസിനോട് പറഞ്ഞു? യൂറോപ്പിലൊക്കെ മതവും ദേശീയതയും തീവ്ര വർഗബോധമൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെയാണ് യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നത്. ഈ രാജ്യങ്ങളൊക്കെ രണ്ട് ചേരി തിരിഞ്ഞ് യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് തന്നെ അതാണ് കാലം. പിന്നെ ഈ ജർമ്മനിയിൽ ഹിറ്റ്ലറിന് മതമില്ല എന്ന് പോലും. ഹിറ്റ്ലർ ആരായിരുന്നു? ഹിറ്റ്ലർ ആർക്കെതിരെയാണ് യുദ്ധം നയിച്ചത്? അവിടെ ഒക്കെ മതത്തിന് റോളുണ്ട്. മതപരമായിട്ടുള്ള വിദ്വേഷം കൊണ്ട് തന്നെയാണ് ജൂതന്മാരെ അവിടെ ഒരു ടാർഗറ്റ് ആക്കിയത്. അപ്പോൾ ഇത് വെറുതെ അടിച്ചിങ്ങനെ വിടുകയാണ്. അതായത് ഞങ്ങള് കൊല്ലുന്നു, പക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. മക്കളെ കണ്ടോളി. അതെ, അവര് കൊണ്ടിട്ട് കണ്ടാ ഇതാണ് ഒരു വൃത്തികെട്ട ഒരു ന്യായീകരണമാണ്. അതായത് ഞങ്ങൾക്ക് കൊല്ലാം, പക്ഷെ ഞങ്ങളെക്കാളും കൂടുതൽ കൊന്നവരുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ കൊല്ലുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടെന്നാ പറയും. അതാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ബാക്കി കേൾക്കണോ? എന്താ വേണ്ടേ? ലേശം കൂടിയേ ഉള്ളൂ. അല്ല, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, സെക്കൻഡ് കോങ്കോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായിക്കൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ 13
യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ്. കോടിക്കണക്കിന് ഇറാഖ് ഇറാൻ വാറിൽ മതമായിട്ട് ബന്ധമില്ലേ? ഇറാഖിന് വാറിൽ മതമുണ്ട്, ദേശീയതയുണ്ട്. പോട്ടെ, ഇതിനു മുമ്പ് ബദർ, ഉഹദ്, ഖന്തക്ക്, എത്ര വരാണ്ട്, അതൊക്കെ അങ്ങോട്ടൊക്കെ പോവുക. അതാണ് അതിന് മതവുമായിട്ടേ ബന്ധമുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഈ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്കി ചാറ്റ് GPT വെച്ച് നമുക്ക് ബാക്കി കാര്യം പറയാം. എന്താ പറയുക? അതായിരിക്കും നല്ലത്. ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ ഇവരുടെ രീതി എന്താന്നുള്ളത്. അതായിരിക്കും നല്ലത്. ഒന്നാലോചിച്ച് നോക്കി, ഇവർക്ക് സ്വന്തം മതത്തിലെ അതെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മറ്റു കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അടിമത്തത്തെ പറയാൻ വേണ്ടിയിട്ട് ഇന്നുള്ള അവസ്ഥയെ കമ്പയർ ചെയ്യും. സ്വന്തമായിട്ട് അസ്തിത്വം ഇല്ലാത്തൊരു മതമായിട്ട് ഇസ്ലാം മാറിയിട്ടുണ്ട്. കമ്പയർ ചെയ്താൽ മാത്രമേ നന്നാവൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. യെസ്, അതെ. ഇതിപ്പോൾ മറ്റേ നമ്മളുടെ ബാസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. അതിൽ നമ്മൾ കുറച്ച് കണക്കുകളുണ്ട് എടുത്തു. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നതല്ലേ വേൾഡ് വാർ 1, 2, ചൈനീസ് സിവിൽ വാർ, അങ്ങനെ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് കോൺഫ്ലിക്ട്സ്, അതുപോലെ ഇസ്ലാമിക് വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തിട്ട് അത് വേറെ എടുത്തു. അപ്പോൾ അതിലൊരു ടോട്ടൽ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ റഫായിട്ട് 16 മില്യൺ അതിൽ ഇമ്പീരിയലിസമാണ്. പിന്നെ ഇതിൽ ഫാഷിസം നമ്മളുടെ വേൾഡ് വാർ 2 വരുമ്പോൾ, പിന്നെ കമ്മ്യൂണിസം ആൻഡ് നാഷണലിസം, അതാണ് നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് ഇതിനകത്തേക്ക് വരുമ്പോൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് എക്സ്പാൻഷൻ വരുമ്പോൾ അതിനകത്ത് വേറെയും. അപ്പോൾ ഇതെല്ലാം ഡെത്ത് ടോൾ റഫായിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഇത് ചാറ്റ് GPT നിന്ന് കിട്ടിയ ഉത്തരങ്ങളാണ്, നിങ്ങളെടുത്ത മാതിരി. ഇസ്ലാമിൻ്റെ ആ ഒരു വാറിൻ്റെ ടോട്ടൽ നമ്മൾ റഫായിട്ട് എടുത്തു കഴിയുമ്പോൾ അത് ചാറ്റ് GPT ആദ്യം തന്ന സാധനം ഈ 10 മില്യൺ ആണ്. അതായത് നിങ്ങൾ നോക്കുക, കമ്മ്യൂണിസ്റ്റുകാർ 15 മില്യൺ കൊന്നു, ഇവിടെ ഇസ്ലാമിൻ്റെ കീഴിൽ 10 മില്യൺ കൊന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഓ എന്നാലും ഞങ്ങൾ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തൊക്കെ അല്ലേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷേ അവിടെ തീരുന്നില്ല. ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഡിസ്പ്ലേസ്മെൻറ്റ് പിന്നെ നമ്മൾ കണക്കിലെടുക്കുന്നില്ല. അതെടുത്താൽ നിങ്ങൾ അങ്ങ് ബഹിരാകാശത്തേക്ക് എത്തും. കാരണം ഇതിനോടെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിൻ്റെ കീഴിലാണ്. എന്ന് വെച്ചാൽ കൊന്നിട്ടില്ല, പക്ഷേ ആളുകളെ റെഫ്യൂജി ക്രൈസിസിലേക്ക് വിടുന്നു, അതുപോലെ മറ്റു പല കാര്യങ്ങളും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അതായത് നിങ്ങൾ ഈ സൂചിപ്പിച്ച ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിച്ച സാധനങ്ങളാണ്. അതായത് വേൾഡ് വാർ 1 കഴിഞ്ഞു, വേൾഡ് വാർ 2 കഴിഞ്ഞു, അതുപോലെ ഇമ്പീരിയലിസം, മറ്റ് സാധനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് വാർസ്, ഇതെല്ലാം കഴിഞ്ഞ സാധനമാണ്. പക്ഷേ ഈ സാധനം നിങ്ങൾ എടുത്തു നോക്കൂ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ ഓൺ ഗോയിങ് എന്നതാണ് അതിൻ്റെ പ്രശ്നം. അവിടെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഇത് ഈ സാധനം എടുക്കുക. പക്ഷേ നിങ്ങൾ ഇറാൻ ഇറാഖ് വാർ മുതലാണ് തുടങ്ങിയത്, പക്ഷേ നമ്മൾ അവിടെ തുടങ്ങിയില്ല. നമ്മളിതേ ഇവിടെ മുതൽ അങ്ങോട്ട് തുടങ്ങി. 622 AD മുതൽ നമ്മളങ്ങ് തുടങ്ങി. അതായത് മുഹമ്മദ് നബി നടത്തി തുടങ്ങിയ യുദ്ധം അത് ഉൾപ്പെടെയാണ് നമ്മൾ എടുക്കുക. അതിൽ ഇതേ വാർസ് ബൈ പ്രോഫറ്റ് മുഹമ്മദ്, അത് ഇതിനകത്ത് നമ്മളെടുത്തു. റാഷിദൂൻ കാലിഫേറ്റ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങൾ, അതിലിപ്പോൾ പ്രധാനമായിട്ട് നമ്മളുടെ റിദ്ദ വാറൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് മതം ഉപേക്ഷിക്കുന്നവരെ തല്ലിക്കൊല്ലുന്ന യുദ്ധങ്ങളായിരുന്നു. അതിലൊന്നും ഒരു സാമ്രാജ്യത്തിലുള്ള ഒരു മണ്ണാങ്കട്ടില്ല. ഇപ്പോൾ ഈ ബാസിലിൻ്റെ വീഡിയോയിൽ ബാക്കി പറഞ്ഞു വരുമ്പോൾ താലിബാൻ്റെ പ്രശ്നമായാലും അതല്ലെങ്കിൽ മറ്റ് ഇറാൻ ഇറാഖ് വിഷയമായാലും ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒക്കത്തിൻ്റെ പിന്നിൽ ജൂതനാണ് അല്ലെങ്കിൽ അമേരിക്കയാണ്, ഇതാണ് പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇറാൻ ഇറാഖ് പറഞ്ഞു, ഇറാൻ ഇറാഖ് വാറിൻ്റെ പിന്നിലും പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഈ പറയുന്ന ഷിയ സുന്നി തർക്കം അവിടെ ഒരു വലിയ വിഷയമാണ്. അപ്പോൾ നിങ്ങൾ പറയൂ, അതിൽ ഇസ്ലാമിന് ബന്ധമില്ലേ? വെറുതെ അങ്ങ് തുടങ്ങിയതാണോ എന്ന് നിങ്ങൾ പറയും. അവിടെ അമേരിക്കയുടെ ഭാഗമുണ്ട് എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ഭാഗം നിങ്ങൾ എങ്ങനെ റദ്ദാക്കുക? അവിടെ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ 622 AD മുതൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് നോക്കിയാൽ അബ്ബാസിദ് കാലിഫേറ്റ് വാർസ്, ക്രൂസൈഡ്സ്, അത് നിങ്ങളെന്താ മിണ്ടാത്തത്? ക്രൂസൈഡ്സിനെ കുറിച്ച് നിങ്ങൾ പറയണ്ടേ? അതിനകത്ത് കാക്കാമാർക്ക് റോളൊന്നുമില്ലേ? അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാൻ എംപയർ വാർസ്, നമ്മളിവിടുത്തെ 1921 അടക്കം നിങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടുത്തെ മലബാർ ലഹള എന്തായിരുന്നു അതിൻ്റെ പിന്നിൽ? അതിൻ്റെ കാരണം എത്ര ഹിന്ദുക്കളെയാണ് ഇവിടെ കൊന്നു തള്ളിയത്? അത് നിങ്ങളെന്താ മിണ്ടാത്തത്? ഇറാഖ് ഇറാൻ വാർസ് അതിനകത്ത് വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അൾജീരിയൻ സിവിൽ വാർ, പിന്നെ വാർ ഇൻ അഫ്ഗാനിസ്ഥാൻ അവിടെ വരുന്നു, സിറിയൻ സിവിൽ വാർ വരുന്നു, വാർ അഗെയിൻസ്റ്റ് ഐസിസ്, ഇത് വേറൊരു സാധനം. പിന്നെ അതുകൂടാതെ യമനി സിവിൽ വാർ, റോഹിംഗ്യ ക്രൈസിസ് ഇൻ മ്യാൻമർ, പിന്നെ നമ്മളുടെ നാഗോർണോ കറാബഖ്, നമ്മളുടെ അൾജീരിയ, നമ്മുടെ അർമേനിയ, താജിക്കിസ്ഥാൻ, ആ ഭാഗത്തുള്ള പ്രശ്നം, ഇതൊന്നും നിങ്ങൾ കൂട്ടില്ല. അവിടെയൊക്കെ എത്നിക് ക്ലെൻസിങ് കാക്കമാർ നടത്തിക്കൊണ്ടിരിക്കുക. പിന്നെ അസർബൈജാൻ താജിക്കിസ്ഥാനല്ല, മാപ്പാക്കണം, ക്ലിപ്പ് ഇറങ്ങും. അടുത്തത് സാഹൽ റീജിയനിൽ ബോക്കോ ഹറാം, JNIM, അതുപോലെ നമ്മളുടെ ISIS, ഇവരെല്ലാവരും കൂടി നടത്തുന്ന സാഹൽ റീജിയനിലെ ഇൻസർജൻസീസ്, അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ മിണ്ടാത്തത്? പിന്നെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്ട്സ്, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, അത് സംബന്ധിച്ചുള്ള കോൺഫ്ലിക്ട്സ്, ഇതെന്താ നിങ്ങൾ മിണ്ടാത്തത്? കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെയുള്ള സാധനം ഇന്നും കാശ്മീരിൽ തുടരുന്ന തീവ്രവാദം ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കും. വിഭാഗം മാത്രമാണ് ഉത്തരവാദി. അതിനകത്ത് ഹിന്ദുക്കൾ ഇവിടെ ഇല്ല. ഹിന്ദുക്കളല്ല അവിടെ എതിരായിട്ട് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന പോലും ഇല്ല. അവിടെ ഒറ്റ ടീമേ ഉള്ളൂ.
യെസ്. ഇനി ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഇൻ ഇന്ത്യ, അത് ഏത് കാലം മുതൽ, നമ്മൾ തൽക്കാലം 1900s മുതൽ 2024 അടക്കം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദുർഗാഷ്ടമി അതുപോലെ രാമനവമി ഇതിനൊക്കെ ഘോഷയാത്ര പോകുമ്പോൾ അതിനകത്ത് പോലും കടന്നു നിന്നുകൊണ്ട് യുദ്ധസമാനമായ ഒരു അവസ്ഥ സൃഷ്ടിച്ച ആളുകളെ കൊല്ലുന്നതിലേക്ക് വഴിവെക്കുന്ന ആരാണ്? ഇനി ഇതിൽ നോക്കുക, നമ്മൾ ഈ ഒരു ഘടകം കൂടി ഇവിടെ എടുക്കുന്നിടത്താണ് നിങ്ങൾ ഇവിടെ തോറ്റ് തൊപ്പിയിടാൻ പോകുന്നത്. ഇവിടെ മുഹമ്മദ് നബി നടത്തിയ അറേബ്യൻ ആ ഗോത്ര യുദ്ധങ്ങളൊക്കെ അന്ന് തീർന്നു നമ്മൾ സമ്മതിക്കും, കാരണം മുഹമ്മദ് നബിയോട് കൂടി അത് തീർന്നു. പക്ഷേ അതിനുശേഷം ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞത് ഇതൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ യമനി സിവിൽ വാർ, അതിവിടെ സിറിയൻ സിവിൽ വാർ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഒരു സെക്കൻഡ്, നമുക്കിവിടെ വെച്ച് ഒരു വ്യൂ എക്സലൻ്റ് ഒരു ക്ലാസ് എല്ലാവർക്കും വേണ്ടി എടുത്തു കൊടുക്കാം. ഫ്രീസ് പെയിൻസ്, ഇവിടെ നമ്മൾ ഫ്രീസ് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സാധനമൊക്കെ അവിടെ നമുക്ക് കാണാം. അതെ, അപ്പോൾ നിങ്ങളിവിടെ എടുത്ത് നോക്കൂ, ഏതൊക്കെയാണ് അവസാനിച്ചത് ഏതൊക്കെയാണ് അവസാനിക്കാത്തത് നിങ്ങൾ നോക്കുക. അതെ, ഇവിടെ കാണാം. ഇതിലതെ സിവിൽ വാർ സിറിയയിൽ അത് ഓൺഗോയിങ് ആണ്. ഇനി അടുത്തത് യമനി സിവിൽ വാർ, അത് ഓൺഗോയിങ് ആണ്. ഇതിവിടെ എൻ്റെ അടുത്ത് അറിയാതെ കൊടുത്തു പോയതാട്ടോ, ഞാൻ അറിയാതെ കൊടുത്തു തന്നെ. വാർ അഗെയിൻസ്റ്റ് ഐസിസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി റോഹിംഗ്യ ക്രൈസിസ്, അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തീർന്നത്. ഈ അടുത്തൊന്നും തീരുന്ന ഒരു പ്രതീക്ഷയില്ല. അതുകൂടാതെ നമ്മളുടെ അസർബൈജാനിലെ വിഷയം അത് ഓൺഗോയിങ് ആണ്, ഇപ്പോഴും അവിടെ നടക്കുകയാണ്. സാഹൽ റീജിയനിൽ ഓൺഗോയിങ് ആണ്. ഇസ്രായേൽ പാലസ്തീൻ ഓൺഗോയിങ് ആണ്. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അതിപ്പോഴും അവിടെ പ്രശ്നം നടക്കുകയാണ്. അത് പാകിസ്ഥാൻകാർ ഇപ്പോഴും അത് വിട്ടുകൊടുത്തിട്ടില്ല. എത്ര വർഷമായി നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാശ്മീരി പണ്ഡിറ്റുകൾ അത് വേണമെങ്കിൽ തീർന്നു പറയും, പക്ഷെ അവരിപ്പോഴും ഡിസ്പ്ലേസ്ഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അത് വീണ്ടും ഓൺഗോയിങ് ആയിട്ട് തന്നെയാണ്. തീർന്നിട്ടില്ല, അവർക്ക് തിരിച്ചു വരാനുള്ള തടസ്സം അവര് തിരിച്ചു വന്ന അമ്പലം കത്തിക്കുന്നതാണ് ഇപ്പോഴും അവിടുത്തെ കാശ്മീരി മുസ്ലിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ആരെ പഠിച്ചിട്ടാണ് അവർ തിരിച്ചു വരാത്തത്. എന്താണ് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം ജമ്മു കാശ്മീരിൽ? മതമല്ലാത്ത എന്ത് പ്രശ്നം അവിടെ ഉള്ളത്? ഒരേ ഒരു മതത്തിനാണ് അവിടെ ഉത്തരവാദിത്വം. അതെ, അപ്പോൾ ഇതെല്ലാം ഇവിടെ ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയത് മറ്റു മതങ്ങളാണ്, മറ്റു ആളുകളാണ്, മതമായിട്ട് ബന്ധമൊന്നുമില്ല. മതമെന്നല്ല, ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾ തെളിച്ച് പറയണം. അതല്ലല്ലോ നിങ്ങൾ പറയണത്. നമ്മളിവിടെ പറയുന്നത് ഇസ്ലാമിന് ഇവിടെ കൃത്യമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം ഓൺഗോയിങ് ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ 2024 പറയുന്നു ഇത് കൊന്നത് ഏറ്റവും കൂടുതൽ വേറെ ആൾക്കാരാണ്, നമ്മളല്ല, ഞങ്ങൾ സെക്കൻഡ് ആണല്ലോ തേർഡ് ആണല്ലോ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 50 വർഷം കഴിഞ്ഞാലും ഈ ഓൺഗോയിങ് ഒക്കെ ഈ ഓൺഗോയിങ് ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളി അതിന് ചരിത്രം സൃഷ്ടിക്കുന്നതിൻ്റെ ആ ക്രെഡിറ്റ് മുഴുവനും നമ്മളെ കാക്കാമാർക്ക് ബാസിലിന് പറയാൻ പറ്റും. അന്ന് ബാസിലിന് ഈ ChatGPT നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചാണ്ടല്ലോ ട്രൗസർ കയറും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതാണ് ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ ഒരു 50 വർഷം അല്ലെങ്കിൽ പോട്ടെ 50 വേണ്ട, ഒരു 15 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ChatGPTയോട് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമ്പർ കാണിക്കാൻ പോകുന്നത് ഇസ്ലാമിൻ്റെ കോൺഫ്ലിക്ട്സ് ആണ്. ഇന്ന് തന്നെ ഞാൻ ഏതായാലും ഇതൊക്കെ നമ്മളുടെ വക എടുത്തെടുത്ത് നമ്മൾ ChatGPTക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചാൽ ഈ ഉത്തരമൊക്കെ അവിടെ വരും. ഇതാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ അവിടെ വരികയാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ചോദിക്കുന്നു ChatGPTയോട് ചോദിച്ചല്ലോ. അപ്പോൾ ഞാൻ ChatGPTയോട് ചോദിച്ചു, ഇവിടെ ഒരു സാധനം അതും കൂടി ഒന്ന് കണ്ടേക്കാം. എന്തുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടാക്കുന്ന വാഴ്സ് ആൻഡ് അതർ തിങ്സ് ഇതുപോലുള്ള സാധനങ്ങൾ അത് ഇത്രയും വലിയ കുഴപ്പമാക്കണം എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു വലിയ ചോദ്യം. നമുക്ക് അതും ChatGPTയോട് തന്നെ ചോദിക്കാം. അപ്പോൾ ChatGPT എന്താ പറഞ്ഞതെന്ന് നമുക്കിവിടെ ഒന്ന് വായിക്കാം. ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് സൂം ചെയ്യാൻ എളുപ്പമല്ല. യെസ്. വൈ ദ കോൺഫ്ലിക്ട്സ് ആൻഡ് വാർസ് ബൈ ഇസ്ലാം ഈസ് ഡിഫറെൻറ്റ്? വൈ മോർ ഡാമേജസ് ആൻഡ് സഫറിങ്സ് ദാൻ ഈവൻ വേൾഡ് വാർസ്? നമ്മുടെ ലോക മഹായുദ്ധങ്ങളെക്കാൾ കൂടുതൽ സഫറിങ്സും ഡാമേജസും ഉണ്ടാക്കുന്നതായിട്ട് ഇസ്ലാം അതുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്ട്സും വാർസും മാറുന്നത് എന്തുകൊണ്ട്? നമുക്കത് പറഞ്ഞ് ChatGPT തന്നെ പഠിപ്പിച്ചു തരും. Conflicts and wars involving Islam are often perceived as different and in some cases more damaging due to a unique interplay of ideological, historical and geographical factors. Here are some key reasons why these conflicts stand out. അപ്പോൾ സ്റ്റാൻഡ് ഔട്ട് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം റിലീജിയസ് അബ്സല്യൂട്ടിസം ആൻഡ് ഇറ്റേണാലിറ്റി ഓഫ് ജിഹാദ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. വേൾഡ് വാറൊക്കെ അവസാനിച്ചു, കമ്മ്യൂണിസ്റ്റ് ഭീകരത അവസാനിച്ചു, പക്ഷേ ഇന്നും ഈ ജിഹാദി ഭീകരത എന്ന് പറയുന്നത് അത് അവസാനിക്കുന്നില്ല. അതിനൊരു ഇറ്റേണാലിറ്റിയാണുള്ളത്. അത് എന്താ പറയുക, അനന്തമായ കാലം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. എന്താണ്? വേൾഡ് വ്യൂ ഓഫ് ടോട്ടൽ സബ്മിഷൻ, അതാണ് ഇസ്ലാമിൻ്റെത്. ഇസ്ലാം പർട്ടിക്കുലർലി ഇൻ ഇറ്റ്സ് മോർ കൺസർവേറ്റീവ് ആൻഡ് റാഡിക്കൽ ഇൻ്റർപ്രിട്ടേഷൻസ് emphasizes the concept of a divine mandate that transcends time and borders. The belief in jihad as an obligation can lead to unending conflicts as it is framed as a spiritual duty rather than just a territorial or political endeavor. അപ്പോൾ നിങ്ങളിവിടെ സാമ്രാജ്യത്വത്തിൻ്റെ മണ്ടയ്ക്കും അമേരിക്കയുടെ മണ്ടയ്ക്ക് ഇതിട്ടാലൊന്നും അവിടെ തീരില്ല. കാരണം എന്താണ്? അതിനേക്കാൾ ഉപരിയായിട്ട് അവരെന്തുകൊണ്ട് അമേരിക്കയുമായിട്ട് സഹകരിച്ചു തുടക്കത്തിൽ
എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലുമൊക്കെ ടീമുമായിട്ട് സഹകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അവരുടെ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണ്? ഒരു റിലീജിയസ് ഒരു ജിഹാദി അബ്സല്യൂട്ടിസാണ്. അപ്പോൾ അതിന് സഹായകമാകുന്ന ശത്രുക്കൾക്ക് എതിരെ എന്ന് പറയുമ്പോൾ അവിടെ സഹായകമാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിക്കും. അങ്ങനെയാണ് അവർ വളരുന്നത്. എന്നിട്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഏറ്റവും കൂടുതൽ കൂട്ടുപിടിച്ചിരുന്നത്. അങ്ങനെ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം കൊന്നു തള്ളും. ഇതാണ് കാക്കാമാർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഈജിപ്തിൽ അതാണ് നടന്നത്, ഇറാനിൽ അതാണ് നടന്നത്, അഫ്ഗാനിസ്ഥാനിൽ അതാണ് നടന്നത്. നിങ്ങൾ എവിടെ നോക്കിയോ, നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അതാണ് നടക്കാൻ പോകുന്നത്. ഇനി ഗ്ലോബൽ ഉമ്മ എന്ന് പറയുന്ന ഒരു സാധനം, ദ നോഷൻ ഓഫ് ദ ഉമ്മ, അതായത് ഗ്ലോബൽ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി ക്രിയേറ്റ്സ് എ സൂപ്രാ നാഷണൽ ഐഡൻറ്റിറ്റി. ഇതാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിന് ഒരു നാഷണൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല. Fostering solidarity among Muslims worldwide, this can make conflict spread beyond borders, drawing sympathizers and fighters from various regions. ഇതാണ് നമ്മളുടെ ഗ്ലോബലൈസ് ഇൻതിഫാദ എന്ന് പറയുന്ന സാധനം. ഡേഞ്ചറസ് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം അത് ആ വാക്ക് തന്നെ അവർ തന്നെ ഇട്ടതാണ്, ഗ്ലോബലൈസ് ഇൻതിഫാദ. നമ്മളാരും ഇട്ട് കൊടുത്തതല്ല. ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അതാണ് നമ്മളിവിടെ കണ്ടത്. അതാണ് കഫി ഇട്ടിട്ട് അവിടെ സ്റ്റേഡിയത്തിൽ കയറിയപ്പോൾ പിടിച്ച് പൂശാൻ വേണ്ടിയിട്ട് പോലീസുകാർ വന്നത്. ഇതിൽ ഭാഗമാണോ നിങ്ങൾ എന്ന് സംശയിക്കത്തക്കതായിട്ടുള്ള ആ ഗ്ലോബലൈസേഷൻ, ആ ഗ്ലോബലൈസ് ഇൻതിഫാദ അതിവിടെ ഉണ്ട്. അപ്പോൾ കഫിയുമായിട്ട് നിങ്ങൾ കളി കാണാൻ പോയാൽ സ്വാഭാവികമായിട്ട് പൊക്കും. ഇത് കാക്കാമാർ തിരിച്ചറിയുക. വെറുതെ എന്തിനാണ് നിങ്ങൾ എന്നിട്ട് പിന്നെ ചോദിച്ചു കഴിയുമ്പോൾ സംഘി പോലീസെന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കാൻ നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ ഉണ്ടേന്ന് നിന്ന് കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് സ്വയം ചെന്ന് കയറുകയാണ് ചെയ്യുന്നത്. ഇനി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആൻഡ് അസിമെട്രിക്കൽ വാർഫെയർ, ഇതാണ് മറ്റൊരു പ്രശ്നം. അതെന്താ? ഒക്ടോബർ 7 നിങ്ങൾ കണ്ടു. അതായത് അവിടെ ഇസ്രായേലിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ, അവർ ഹമാസിൻ്റെ പോരാളികളാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ ചിത്രവും വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ നടന്നത് മുഴുവൻ സിവിലിയൻ ഡ്രസ്സിലാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു സൈന്യമാണോ അതല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ബോഡിയാണോ ഏതാണ്, സിവിലിയൻ ആണോ, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? കൊന്ന് കഴിയുമ്പോൾ അവർ മരിച്ചു കിടക്കുമ്പോൾ അതൊക്കെ സിവിലിയനായിട്ട് മാറും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം. മെനി കോൺഫ്ലിക്ട്സ് ഇൻവോൾവ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ലൈക്ക് ഐസിസ്, അൽ ഖൈദ ഓർ ദ താലിബാൻ ഓർ ഹമാസ് and use unconventional tactics like terrorism, guerrilla warfare and cyber attacks. This asymmetry prolongs conflicts and makes them harder to resolve. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഇത് വേറെ ഒരു സാധനത്തിനുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിന് തന്നെ വേൾഡ് വാറിനില്ല. അതുകൊണ്ടാണ് അത് അവസാനിച്ചത്. ഇനി ദ ലാക്ക് ഓഫ് എ സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇൻ ദ മുസ്ലിം വേൾഡ് ഓഫ്റ്റൻ റിസൾട്ട്സ് ഇൻ ഫ്രാഗ്മെൻറ്റഡ് പവർ ഡൈനാമിക്സ് ലീഡിങ് ടു പ്രൊലോങ്ഡ് കെയോസ്. ഇതുമാണ് അവിടുത്തെ പ്രശ്നം. ഇത് നമ്മളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിക്കുന്നതാണ്. ഇനി ഡോക്ട്രിനൽ കോൺഫ്ലിക്ട്സ് വിതിൻ ഇസ്ലാം, ഏറ്റവും വിലപ്പെട്ട സാധനം അതാണ്. സെക്ടേറിയൻ ഡിവൈഡ്സ്, ദ സുന്നി ഷിയ ഫ്യൂവൽസ് internal rivalries that have led to devastating conflicts such as the Iran-Iraq war. നിങ്ങൾ പറഞ്ഞു അതിൽ ഇറാൻ ഇറാഖ് വാർ നിങ്ങൾ തന്നെ സെൽഫ് ഗോൾ ആയില്ലേ, മൂട്ടിൽ വെടിവെച്ച മാതിരിയായത്. അതിൻ്റെ പിന്നിൽ എന്താണ്? ഈ സുന്നി ഷിയ ഇഷ്യൂ ആണ്. സുന്നി ഷിയ ഇഷ്യൂ എവിടെ നിന്നാണ് തുടങ്ങിയത്? മുഹമ്മദ് നബി അവിടെ ചത്ത് കിടന്നപ്പോൾ തുടങ്ങിയതല്ലേ? ആരാണ് അടുത്ത ഖലീഫ എന്നും തുടങ്ങിയിട്ട് അവിടെ ചോദിച്ച് തുടങ്ങിയ ആ കച്ചറ അതിന്നും തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ ആ യുദ്ധങ്ങൾ വരെ നമ്മളിവിടെ എടുത്തത്. എന്താ അതിൻ്റെ കാരണം? അന്ന് മുതലുള്ളത് തുടങ്ങി വെച്ച സാധനം ഇന്നും പ്രൊലോങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഷിയ സുന്നി തർക്കം എന്ന് പറയുന്നത് മുഹമ്മദ് നബി മരിച്ചു കിടന്ന അന്ന് തുടങ്ങിയതാണ്. അത് ഏത് വർഷമാണ് നിങ്ങൾ ആലോചിക്കുക? AD 632 ഇന്നും അത് തുടരുന്നു. ഇപ്പോഴും നമ്മൾ കാണുന്നു. ഇന്നലെ മിനിയാന്നു ഇപ്പോൾ എന്താണ് ഖൈബർ പഖ്തൂൻഖ റീജിയൻ പാകിസ്ഥാനിൽ ഒരു ബോംബ് പൊട്ടിയിട്ടുണ്ട്. അവിടെയും എന്താ കാരണം? ഷിയ സുന്നി തന്നെയാണ് അവിടെയും വിഷയമായിട്ട് വരുന്നത്. എന്താണ് ഇതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സ്വയം മൂട്ടിൽ വെടിവെക്കല്ലേ ചെയ്യുന്നത്? ഇനി ദ സിറിയൻ സിവിൽ വാർ ആൻഡ് ദ ഓൺ ഗോയിങ് ടെൻഷൻസ് ഇൻ യമൻ, എല്ലായിടത്തും ഷിയ സുന്നി തർക്കമാണ്. അവിടെ നിങ്ങൾ അമേരിക്കയുടെ മണ്ടയ്ക്കോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. ഇനി റാഡിക്കലൈസേഷൻ വേഴ്സസ് റിഫോം. This is a stark divide between progressive Muslims advocating for reform and conservative factions resisting modernization. This internal conflict intensifies and manifests violently in many cases. ഇതെവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്? ഇത് ഇറാൻ ഇസ്ലാമിക് റെവല്യൂഷൻ നമ്മൾ കണ്ടു. ഈജിപ്തിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക് റെവല്യൂഷൻ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ചപ്പോൾ നടന്നിട്ടുള്ള സാധനം, ഇതെല്ലാം ഒരു റിഫോമിസ്റ്റ് മൂവ്മെൻറ്റും അവിടെ ഉണ്ടായിരുന്ന അത്തരം ഇപ്പോൾ ഷായുടെ ഭരണം, അതല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ തുർക്കിയിൽ വരെ നമ്മൾ പറയുന്ന കാര്യമാണത്. അതിനെതിരെയുള്ള കോൺഫ്ലിക്ട്സ്, അതിൻ്റെ പിന്നിൽ ആരാണ്? ഇസ്ലാമിക് റെവല്യൂഷൻ്റെ ഒക്കെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണ്? അമേരിക്കയാണോ കൊന്നത്? ഇനി ഇൻകമ്പാറ്റിബിലിറ്റി വിത്ത് സെക്യുലറിസം, അടിപൊളി. ഇൻ മെനി ഇസ്ലാമിക് മെജോറിറ്റി റീജിയൻസ്, ഇത് വായിച്ചിട്ട് പോവാം. നമ്മൾ ഏതായാലും ഒരു വഴിക്ക് ഇറങ്ങിയത്, ഇത് നമുക്ക് കട്ട് ചെയ്തിടേണ്ട ഒരു വീഡിയോ ആണ്. നമ്മളുടെ എഡിറ്റർ ബ്രോ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കത്രികയായിട്ട്. ഇൻ many Islamic majority regions, there is resistance to secularism, which can lead to clashes with modern nation states or ideologies. The refusal to separate religion from politics creates a volatile mix of theological and political disputes. Blasphemy laws, apostasy penalties, and religious enforcement systems often result in societal suppression and external backlash.
ഇതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ട് ഏത് അമേരിക്കയുടെ തലയിലിട്ടാലും മാഞ്ഞു പോകുന്നില്ല. ഇനി ജിയോ പൊളിറ്റിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ. മെനി ഇസ്ലാമിക് കോൺഫ്ലിക്ട്സ് ഹാവ് ബീൻ exacerbated by external powers using religious and ethnic divisions for their geopolitical gains, as seen during the Cold War and in the Middle East oil politics. അവിടെ പോയി തലവെച്ച് കൊടുത്തു. പ്രോക്സി വാർസ് ഇൻവോൾവിംഗ് ഗ്ലോബൽ സൂപ്പർ പവേഴ്സ് ഓഫ്റ്റൻ യൂസ് ഇസ്ലാമിക് ഫാക്ഷൻസ് ആസ് ടൂൾസ്. അവിടെയാണ് താലിബാൻ വരുന്നത്. ഇൻക്രീസിംഗ് ദ സ്കെയിൽ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കോൺഫ്ലിക്ട്സ്. പക്ഷേ താലിബാനും അവരുടേതായ ലക്ഷ്യമുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവിടെ ഇസ്ലാമിക രാജ്യമാക്കുക. അതിനു വേണ്ടിയിട്ട് അവർ അമേരിക്കയുടെ സഹായം ഉപയോഗിച്ചു റഷ്യക്കെതിരെ. ഇന്നിപ്പോൾ റഷ്യയൊക്കെ അവിടെ നിന്ന് പോയപ്പോൾ ഇപ്പോൾ അത് അമേരിക്കക്കെതിരെ അവിടെയുള്ള നാട്ടുകാർക്കെതിരെ ഉപയോഗിക്കും. ഇപ്പോൾ താലിബാൻ നാട്ടുകാർക്കെതിരെ അത് ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് എന്ത് ന്യായമാണ് അമേരിക്കയ്ക്ക് തലയിൽ വെച്ച് കൊടുക്കാനുള്ളത്? അത് പണ്ടത്തെ കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ പറയണം എന്തുകൊണ്ട് അമേരിക്ക അവിടെ നിന്ന് പോയല്ലോ, റഷ്യ അവിടെ നിന്ന് പോയി, ഇനി എന്തിനാണ് അത് കൊണ്ടു നടക്കണമെന്ന് നിങ്ങൾ പറയണം. പറ്റില്ല. ഇനി കൾച്ചറൽ ആൻഡ് സിവിലൈസേഷണൽ ക്ലാഷസ്. സാമുവൽ ഹണ്ടിങ്ടൺസ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ഹൈപ്പോത്തസിസ് poses that Islamic culture inherently conflicts with Western values, democracy and modernity. This cultural dissonance manifests in prolonged multi-layered conflicts. ഇപ്പോൾ എന്താണ് എൻഡ് ഓഫ് USA, അതുപോലെ യൂറോപ്പിനെ നമ്മൾ ഇസ്ലാമൈസ് ചെയ്യണം, ഷെരിയ ഫോർ UK എന്നൊക്കെ പറയുന്ന സാധനം അവിടെ വരുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ആ കൾച്ചറൽ ഒരു ഡിവൈഡ് അതാണ് അവിടെ ഫെയിലായി പോയിട്ടുള്ള നമ്മളുടെ മൾട്ടി കൾച്ചറലിസം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ബാക്ക് ഫയർ ചെയ്തൊരു വിഷയം പോലും. ഇനി 2-3 പോയിന്റ് കൂടിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇത് നിർത്താം. ഹയർ സിവിലിയൻ ടോൾ. Terror tactics, suicide bombings, targeting civilians and spreading terror create widespread sufferings and displace millions. ഇത് വേറെ ആരും ചെയ്തിട്ടില്ല. കുറഞ്ഞ നാളുകൾ കൊണ്ട് ഇത്രയധികം ഡിസ്പ്ലേസ്മെൻറ്റ്സ് പോലും ഇസ്ലാമിന് ഉണ്ടാക്കാനുള്ള കാരണം ഈ തരത്തിലുള്ള യുദ്ധതന്ത്രങ്ങളാണ്. വെപ്പനൈസേഷൻ ഓഫ് റിലീജിയൻ. വാർസ് റൂട്ടഡ് ഇൻ റിലീജിയസ് ഐഡിയോളജീസ് ഓഫ്റ്റൻ ലീഡ് ടു ഹയർ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഡ്യൂ ടു ദ മോറൽ അബ്സൊല്യൂഷൻ ഫൈറ്റേഴ്സ് പെർസീവ് ജസ്റ്റിഫൈങ് മാസ് വയലൻസ് ഇൻ ഡിവൈൻ ടേംസ്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഒരു തരം ഒരു അനുഭൂതിയാണ് ഇതൊക്കെ. ഇങ്ങനെ ബോംബൊക്കെ പൊട്ടിയിട്ട് ആളുകൾ ചത്തു വീഴുമ്പോൾ. പെർപെച്വേഷൻ ഓഫ് വിക്ടിംഹുഡ് ആൻഡ് മാട്രിഡം. ഇതാണ് വേൾഡ് വാറിലൊന്നും ആ സാധനമില്ല, അത് ഈ സാധനത്തിലുണ്ട്. ഇതാണ് മറ്റൊരു വ്യത്യാസം. മെനി റാഡിക്കൽ ഗ്രൂപ്പ്സ് പെർപെച്വേറ്റ് എ നറേറ്റീവ് ഓഫ് മുസ്ലിം വിക്ടിംഹുഡ് ടു ജസ്റ്റിഫൈ അഗ്രഷൻ, ഓഫ്റ്റൻ പോർട്രേയിങ് കോൺഫ്ലിക്ട്സ് ആസ് ഡിഫെൻസീവ് ഓർ റിറ്റാലിയേറ്ററി ഇൻ നേച്ചർ. നമ്മുടെ ഹമാസ് ഇഷ്യൂ നിങ്ങളെടുത്ത് നോക്കുക, നമ്പർ 1 എക്സാമ്പിളാണത്. The glorification of martyrdom, shahada, adds a layer of ideological motivation, making resolution difficult as fighters welcome death over compromise. ഇതാണ് ഹെസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ജിഹാദി കൂട്ടങ്ങൾ നമ്മളുടെ നാട്ടിൽ നിന്നടക്കം അബ്ദുൾ റാഷിദ് അബ്ദുല്ലാസ് റളിയല്ലാഹു അൻഹു അവിടെ പോയി പൊട്ടിത്തെറിക്കാൻ പോയപ്പോൾ, ശരിയല്ലേ ജസീം, അവിടെ പൊട്ടിത്തെറിക്കാൻ പോകുമ്പോൾ അവരും അതിനകത്ത് മോട്ടിവേറ്റഡ് ആവുന്നതിനൊരു കാരണം ഇവിടുന്ന് ചത്തങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഹൂറികളെ കിട്ടും ആ സാധനം പ്രതീക്ഷിച്ച് തന്നെയാണ്. അതുകൂടാതെ ഇവിടെ വേൾഡ് വാറിൽ മരിച്ചു വീഴുന്ന ആളുകളെ അത് എന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ചു വീണാൽ അവിടെ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അവരതിന് പോയത്. പക്ഷേ ഇസ്ലാമിൽ ഈ ഒരു മോട്ടിവേഷൻ വെച്ചിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം. ഇനി സ്പ്രെഡ് ത്രൂ ഐഡിയോളജിക്കൽ നെറ്റ്വർക്ക്സ്. ഇതാണ് മറ്റൊരു കാര്യം. ദ അഡ്വെന്റ് ഓഫ് ദ ഇന്റർനെറ്റ് ആൻഡ് സോഷ്യൽ മീഡിയ ഹാസ് അലൗഡ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജീസ് ടു സ്പ്രെഡ് റാപ്പിഡ്ലി, ക്രിയേറ്റിംഗ് ലോൺ വോൾഫ് അറ്റാക്കേഴ്സ് ആൻഡ് ഗ്ലോബൽ നെറ്റ്വർക്ക്സ് ഓഫ് റാഡിക്കൽ സിമ്പതൈസേഴ്സ്. ഇതാണ് മറ്റൊരു കാര്യം. ലോൺ വോൾഫ് അറ്റാക്കേഴ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, കത്തിക്കൂത്ത് വ്യാപകമായിട്ടുണ്ട്. കമ്പാരിസൺ ടു വേൾഡ് വാർസ്. ഇനി അതാണ് ഫൈനൽ. ടെമ്പറൽ ആൻഡ് പെർപെച്വൽ കോൺഫ്ലിക്റ്റ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. വേൾഡ് വാർസ് were finite conflicts driven by geopolitical and economic factors resolved through treaties and power shifts. Islamic wars often lack clear end goals and they are tied to ongoing ideological beliefs. ഇതാണ് ആ വ്യത്യാസം. നമ്മളുടെ ആനമയിലോട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഇനി ജിയോഗ്രഫിക്കൽ കണ്ടെയ്ൻമെൻറ്റ്. ദ വേൾഡ് വാർസ് were primarily concentrated in Europe and parts of Asia. Islamic conflicts have no geographical containment. അതിനി ചന്ദ്രനിൽ പോയാൽ അവിടെയും അത് തുടരും. Affecting countries and planets worldwide and universe-wide through migration, terrorism and ideological propagation. ഇതാണ് വ്യത്യാസം. The higher damages and prolonged suffering in conflicts involving Islam arise from the interplay of ideological rigidity, sectarian divides, geopolitical manipulation and the unique globalized nature of modern radicalism. Addressing these requires nuanced strategies that respect human rights while countering extremism effectively. അതാണ് മറ്റൊരു വ്യത്യാസം. വേൾഡ് വാർ ആയിക്കോട്ടെ, മറ്റേത് സാധനം ആയിക്കോട്ടെ, അതിനകത്തൊരു നമ്മൾ പറയും ഇപ്പോൾ ജനീവ കൺവെൻഷൻ അല്ലെങ്കിൽ അങ്ങനെ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിനെ മുൻനിർത്തിയിട്ട് UN പോലെയുള്ള ബോഡീസൊക്കെ അന്ന് വലിയ റോൾ എടുത്തിട്ടൊക്കെയാണ് ഇതിൽ ഒരു എൻഡ് കണ്ടെത്താൻ ശ്രമിച്ചത്. അതിന് അവർ മുന്നിൽ വെച്ച സാധനം എന്താണ്?
ഈ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നൊരു വിഷയമാണ്. ഇസ്ലാമിൽ എവിടെയാണ് അങ്ങനെ ഒരു സാധനം അവിടെ ഓപ്പറേറ്റ് ചെയ്യുക? ആ സാധനം ആദ്യമേ ചവറ്റുകൊട്ടയിലേക്ക് തള്ളുന്ന സാധനമാണ്. എന്നിട്ട് ബാക്കി നിങ്ങൾ തീരുമാനിക്കും. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് ആകുന്നത് വരെയാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ നടക്കുന്നത്. എന്തിന് ഹമാസ് ഇസ്രായേൽ വിഷയം പോലും നിങ്ങൾ എന്താ പറയുന്നത്? ഖാലിദ് മഷാലിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ മറ്റു പല ആളുകളും വന്ന് പറഞ്ഞ എന്താണ്, ആദ്യം ഇസ്രായേൽ, അത് കഴിഞ്ഞിട്ട് അടുത്തത്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇവിടെ എവിടെയാണ് ഒരു ജിയോഗ്രഫിക്കൽ കണ്ടെയ്ൻമെൻ്റ് ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ബാസിലിനെ അല്ലെങ്കിൽ നമ്മുടെ ആനമയിൽ ഒട്ടകം ആ കൂട്ടാളികളെ മൊത്തത്തിൽ ഞാൻ ഒന്ന് ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ സാധനം ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം അപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളിയതും ഏറ്റവും കൂടുതൽ ആളുകളെ ഏറ്റവും കൂടുതൽ ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തതും ഒരു ഗ്ലോബൽ ലെവലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇസ്ലാമായിരിക്കും. അതിൻ്റെ കാരണം 1 ഈ ഐഡിയോളജിക്കൽ ബാക്കിംഗ്, 2 ഇതിനൊരു ജോഗ്രഫിക്കൽ കണ്ടെയ്ൻമെൻറ്റും ഇല്ല, 3 ഇതിനൊരു സെറ്റ് ഗോൾസും ഇല്ല, ഇതിന് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള സാധനങ്ങളോട് വഴിപ്പെടുന്നൊരു സ്വഭാവവും ഇല്ല. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നു തള്ളുന്ന സാധനം അത് ഇസ്ലാമായിട്ട് മാറും. കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്ന സാധനം ഇപ്പോൾ തന്നെ അത് ഇസ്ലാമാണ്. കാരണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കഴിഞ്ഞു പോയ സാധനങ്ങളാണ്, എൻഡഡാണ്. എന്നാൽ ഇസ്ലാമിൻ്റെത് മാത്രമാണ് ഓൺ ഗോയിങ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നിങ്ങൾ വിട്ടുപോകുന്നു. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മദ്രസ ജീവികളോട് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitu moyal rasulu Dingah. Ashhadu anna mitu moyal rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La